കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കുന്നു ആദ്യ പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി 2-ാം അധ്യായം, അതിൻ്റെ 16, 17 വാക്യങ്ങൾ. 2 വാക്യങ്ങൾ ഒരുമിച്ച്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് ഉള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഇവിടെ ഈ വാക്യത്തിൽ 3-4 കാര്യങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പരിശുദ്ധാത്മാവ് ആ രീതിയിലാണ് നാടിനെ നയിച്ചത്. ഒന്ന്, ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ ഷേപ്പിലും സാദൃശ്യത്തിൽ അതുപോലെ തന്നെ സ്വഭാവത്തിലുമൊക്കെ നിർമ്മിച്ച ഒരു വ്യക്തിയാണ്. ആ മനുഷ്യന് ഒരു പ്രത്യേക കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഫ്രീ വിൽ. അതായത് സ്വന്തം ആഗ്രഹം അനുസരിച്ച് ഫ്രീ ആയിട്ട് ചിന്തിക്കാം, പ്രവർത്തിക്കാം. ഫ്രീ വില്ലനുസരിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാ അവകാശവും കർത്താവ് കൊടുത്തിരുന്നു. ഒരിക്കലും കർത്താവ് ഒരു യന്ത്ര മനുഷ്യനെ അല്ല സൃഷ്ടിച്ച് ഭൂമിയിൽ ആക്കിയത് എന്നർത്ഥം. മനസ്സിലായോ? ക്ലിയറായി മനസ്സിലാക്കണം. എന്തു വേണേലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആകിയത്. അതാണ് ഇഷ്ടം പോലെ തിന്നാം ഈ തോട്ടത്തിൽ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വാണിംഗ് ഉണ്ട്, ഒരു മുന്നറിയിപ്പുണ്ട്. എന്നാന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നു, എന്ത് ഭക്ഷണവും തിന്നാം, പക്ഷെ നടുക്കത്ത് നിൽക്കുന്ന ഒരു വൃക്ഷമുണ്ട്, നന്മ തിന്മകളെ കുറിച്ച് വേർതിരിക്കുന്നതായിട്ടുള്ള ഒരു വൃക്ഷം. അതിന് മുടക്കുണ്ട്. അതിന് ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അത് തിന്നുകയാണെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള ആ ഒരു ബന്ധമുണ്ടല്ലോ, ഞാൻ നിന്റെ സൃഷ്ടികർത്താവ്, നിനക്ക് പിതാവ്, നിന്റെ കൂടെയുള്ള ആ ഒരു സ്നേഹബന്ധം ഒക്കെ ഉണ്ടല്ലോ, അത് വിച്ഛേദിക്കപ്പെടും, അതില്ലാതാകും. നീയും ഞാനും തമ്മിലുള്ള ബന്ധം മാറും, നീ എന്നിൽ നിന്ന് എന്നേക്കും അകന്നു പോകും. മൂന്നാമത് വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോണം. 2 വാക്കുകൾ ഒരുമിച്ചുള്ളതാണ്. ഒന്ന് ടെസ്റ്റ്, മറ്റൊന്ന് ടെംപ്റ്റ്. ടെസ്റ്റ് എന്ന് പറയുന്നത് പരിശോധന, പരീക്ഷ എന്നും പറയും. ടെംപ്റ്റ് എന്ന് പറയുന്നതിനും പരീക്ഷ എന്ന് പറയും. പക്ഷേ ഈ രണ്ടും ആകാശവും പാതാളവും പോലുള്ള വ്യത്യാസമുണ്ട്. ടെസ്റ്റ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് വരുന്നതാണ്, ഇനിഷ്യേറ്റീവ് അനുസരിച്ച് വരുന്നതാണ്. ടെംപ്റ്റ് എന്നത് സാത്താൻ്റെ ഇനിഷ്യേറ്റീവിൽ വരുന്നതാണ്. ടെസ്റ്റ് മനുഷ്യൻ്റെ ഗുണത്തിനാണ്, മനുഷ്യൻ്റെ ഉയർച്ചയ്ക്കാണ്, മനുഷ്യൻ്റെ ഉന്നമനത്തിനാണ്. മനസ്സിലായ? അപ്പം ഈ ടെസ്റ്റ് അതിനകത്ത് ഉണ്ട്. ഈ വാക്യത്തിൽ ഒരു ടെസ്റ്റ് എന്താണ്? ഈവൻ എന്നെ ഞാൻ ഈ പറയുന്ന കൽപ്പന അനുസരിക്കുമോ ഇല്ലയോ എന്നൊരു ടെസ്റ്റ് ഉണ്ട് അതിനകത്ത്. അതൊരു ടെസ്റ്റാണ്. മനസ്സിലായോ? അതാണ് ദൈവം ഇന്നും മനുഷ്യനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തു. തൻ്റെ എന്നേക്കാൾ അധികം അവൻ്റെ മകനെ സ്നേഹിക്കുമോ എന്ന് ടെസ്റ്റ് നടത്തി. മനസ്സിലായില്ലേ? സങ്കീർത്തനക്കാർ പറയുന്നത് എന്നെ ടെസ്റ്റ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് കാണുന്നത്. അപ്പം ഈ ടെസ്റ്റ് എല്ലായിടത്തും ദൈവത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാകും, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അത് ഈ ടെസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ in order to prove whether which type of person is he എന്നാണ്. ഒരു വ്യക്തി ആരാണ്, അവനിലുള്ളത് എന്താണ് എന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ദൈവത്തോട് സ്നേഹമുണ്ടോ, ദൈവത്തോട് ഇഷ്ടമാണോ, ദൈവത്തോട് തന്നെ നിൽക്കുമോ, അതോ നാളെ വീഴുമോ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ്.
അതിന് പല വിധത്തിലുള്ള തിക്തമായ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മെ നടത്തിയെന്ന് വരും. അത് ദൈവത്തിൻ്റെ വകയാണ്. ഇനി ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇല്ല എങ്കിലും ഈ ടെസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാനത് പറയാം. കാരണം അതിനും പരീക്ഷ എന്ന് തന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് വ്യത്യസ്തമാണ്. ടെസ്റ്റ് അല്ല ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ടു അഡ്വക്കേറ്റ് ടു ഡു ഈവിൾ, മനസ്സിലായ, ടു സെഡ്യൂസ് ടു ഡു സിൻ, പാപത്തിന് വേണ്ടിയിട്ട് കൊതിപ്പിക്കുന്നത്, പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്, പാപം ചെയ്യുവാനായിട്ട് എല്ലാവിധ സെഡക്ഷനും നടത്തുന്നത്. അത് സാത്താൻ്റെ ഏജന്റുമാണ് ചെയ്യുന്നത്. അതും ഈ ഭൂമിയിലുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ മക്കളുടെ മുന്നിൽ തന്നെ അതുണ്ട്. എപ്പോഴും തെറ്റ് ചെയ്യിക്കുവാൻ, മനസ്സിലായോ, പണത്തിൽ തെറ്റ് ചെയ്യിക്കുവാൻ, അതുപോലെ തന്നെ സെക്സിൽ, ലസ്റ്റിൽ, മോഹങ്ങളിൽ, ഏതെല്ലാം വിധത്തിൽ വീഴ്ത്താമോ എത്രയും ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ ഇടയിൽ അവൻ്റെ ടെംപ്റ്റേഷൻ കൂടി നിൽക്കും. ടെംപ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊതിപ്പിക്കുക. ദൈവത്തിൻ്റെ കുഞ്ഞെ ഓർക്കുക 4 കാര്യങ്ങൾ. 1 എന്തുവാ? ഫ്രീ വില്ലുണ്ട്. 2 എന്തുണ്ട്? രണ്ടാമത് വാണിംഗ് ഉണ്ട് അവിടെ. 3 ടെസ്റ്റും ടെംപ്റ്റും ഉണ്ട്. ഓർക്കണം, നാം ദൈവത്തോടു കൂടി നിൽക്കണം. ദൈവം അകന്നു പോകാനിടയാകരുത്. ഈ ചിന്തയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.